എൻ്റെ സമനില തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ചിന്തിച്ച ഒരു രാത്രി. എന്റെ ഫോട്ടോ വെച്ച് നോട്ടീസ് അടിച്ചു, ഫ്ലക്സ് അടിച്ച് നോട്ടീസ് എല്ലാം ഒട്ടിച്ചു പലയിടത്തും. സെൻട്രൽ കൺവെൻഷന്റെ തലയാഴ്ച ഇതുപോലെ തന്നെ സെൻട്രൽ ശുശ്രൂഷകൻ എന്നെ വിളിച്ചു പറയുകയാണ്, ചിലര് എതിർപ്പ് അറിയിച്ചു പാസ്റ്റർ പ്രസംഗിക്കുന്നതിനെതിരെ, അതുകൊണ്ട് ദയവ് ചെയ്ത് പാസ്റ്റർ ഇപ്രാവശ്യം മാറി നിൽക്കും. എന്താണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. എന്റെ സമനില തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ചിന്തിച്ച ഒരു രാത്രി. അതിൽ ഞാൻ ഉത്തരവാദിയല്ല, കുറ്റക്കാരനുമല്ല, ഞാൻ നിരപരാധിയാണ്. ഒന്നോർന്ന് നോക്കണം. പക്ഷെ അതേ സെന്ററിൽ തന്നെ ഞാൻ മാറി മാറി പല പ്രാവശ്യം ശുശ്രൂഷിച്ചു പിന്നീട്. പക്ഷെ അത് ആ രണ്ട് അനുഭവങ്ങൾ നിമിത്തമുണ്ടായ നിരാശ അതികഠിനമായിരുന്നു. സംഭവിച്ചൊരു കാര്യം കൂടെ പറയാം, ദൈവത്തിന്റെ നീതി. അന്ന് രാത്രി പാസ്റ്റർ മാറി നിൽക്കണം എന്ന് പറഞ്ഞ രാത്രി ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിലെ സെക്രട്ടറി എന്നെ വിളിക്കുന്നു, ഒമാനിൽ നിന്ന്. ഇതൊന്നും അറിയാതെയാണ് പാസ്റ്റർ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വാർഷിക കൺവെൻഷന് പാസ്റ്ററെയാണ് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. ആട്ടച്ചാ എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ കരഞ്ഞുകൊണ്ടാണ് പിന്നീട് ഞാൻ പറഞ്ഞത്, അച്ഛാ ഞാൻ വരാം, ഡേറ്റ് പറഞ്ഞാൽ മതി, പാസ്റ്റർ ഒരു ഫോട്ടോയും അയച്ചു തരണം കേട്ടോ. ഓക്കെ, പിന്നീട് ഞാൻ പാസ്റ്ററെ വിളിച്ചോളാം, ഞാൻ ഡേറ്റ് കൊടുക്കുക. അന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന കർത്തൃദാസന്മാരോട് ഞാൻ പറയുകയാണ്, നമ്മളെ ചേർത്ത് പിടിക്കുമെന്നും നമ്മളെ കരുതുമെന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും നാം കരുതുന്ന മേഖലകളിൽ നിന്ന് ചിലപ്പോൾ അതൊന്നും ലഭിച്ചില്ലെന്ന് വരാം. പക്ഷേ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പകത്തുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പതറേണ്ട കാര്യമില്ല. ഞാൻ കേൾക്കുന്നവരോട് പറയുകയാണ്, നിരാശകൾ നമ്മളെ മനസ്സുകൊണ്ട് തളർത്തും, അത് നമ്മുടെ ഹൃദയത്തെ തകർക്കും. പക്ഷെ അപ്പോഴും ശുശ്രൂഷയ്ക്ക് വിളിച്ചത് കർത്താവാണ് എന്നുള്ള ഉറപ്പും ഉത്തമ ബോധ്യവും അകത്തുണ്ടെങ്കിൽ നമ്മൾ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും, ഒരു സംശയമില്ല.